കൂട്ടുകാർ FM 90.0 കർഷകന്റെ റേഡിയോ, കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന വിഷയത്തിനെ പറ്റി പരിചയപ്പെടാം. ആധുനികതയും പാരമ്പര്യവും സമന്വയിപ്പിച്ച് നടത്തുന്ന കൃഷിരീതിയാണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, അല്ലെങ്കിൽ തുറസായ സ്ഥലത്തെ കൃത്യത കൃഷി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ കൃത്യമായി അനുവർത്തിച്ച് കൃഷി ലാഭകരമായി ചെയ്യാമെന്നതാണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിന്റെ പ്രത്യേകത. ഭക്ഷണത്തിന്റെ, പ്രത്യേകിച്ച് പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ആവശ്യത്തിലും വിതരണത്തിലും കേരളത്തിൽ വലിയ അന്തരം നിലനിൽക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി, കാലാവസ്ഥ, കാർഷിക രീതികൾ എന്നിവയ്ക്ക് പേരുകേട്ട കേരളത്തിന് പരിമിതമായ ഭൂമി ലഭ്യതയും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യാ ആവശ്യങ്ങളും പ്രധാന വെല്ലുവിളികളാണ്. അതുകൊണ്ട് തന്നെ കർഷകരെ ശാക്തീകരിക്കുന്നതിനും മികച്ച കാർഷിക വിളവ് കൈവരിക്കാനും കൃത്യത കൃഷി അവലംബിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള പുതയിടൽ, തുള്ളിനന, ജലസേചനത്തിലൂടെ വളം നൽകൽ എന്നിവയാണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിന്റെ മുഖ്യ ഘടകങ്ങൾ. നിലം ഉഴുതതിനു ശേഷം കട്ടകൾ ഉടച്ച് ജൈവവളങ്ങൾ ചേർത്ത് വാരങ്ങളെടുത്ത് കൃഷിയിടം തയ്യാറാക്കുകയാണ് ഈ കൃഷിരീതിയുടെ ആദ്യപടി. വാരങ്ങളിൽ തുള്ളി നനയ്ക്കായി ഡ്രിപ്പ് ട്യൂബുകൾ സെറ്റ് ചെയ്ത ശേഷം നീളത്തിൽ പ്ലാസ്റ്റിക് മൾച്ചിങ് ഷീറ്റ് വിരിക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ ചെയ്യുന്നത്. വാരങ്ങളിൽ കൃത്യമായ അകലത്തിൽ ചെടികൾ നടുകയും ചെടിക്കാവശ്യമായ മൂലകങ്ങളും സസ്യസംരക്ഷണ ഉപാധികളും തുള്ളി നനയിലൂടെ നൽകുകയും ചെയ്യാം. മണ്ണ് പരിശോധന നടത്തി ആവശ്യമായ തോതിൽ കുമ്മായം ചേർക്കുക. ഒരു വാരത്തിന് ഉദ്ദേശം 40 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും ഉണ്ടാകാം. ഇതിൽ അടിവളമായി ഏതാണ്ട് 400 കിലോഗ്രാം ജൈവവളം ചേർക്കുക. കാലിവളം, ആട്ടിൻകാഷ്ടം, കോഴിവളം എന്നീ ജൈവവളങ്ങൾ ഉപയോഗിക്കാം. ഇതിന്റെ കൂടെ ചകിരിച്ചോർ, മണ്ണിര കമ്പോസ്റ്റ് എന്നിവയും ചേർത്ത് കൊടുക്കാം. വേരിലൂടെ ഉണ്ടാകാൻ ഇടയുള്ള രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം നൽകി ഇതിന് മുകളിൽ മൾച്ചിങ് ഷീറ്റ് കൊണ്ട് മൂടി കൃഷിക്ക് തയ്യാറെടുക്കാം. കൃഷിക്ക് ആവശ്യമായ വെള്ളം, വളം എന്നിവയുടെ കൃത്യമായ ഉപയോഗം സാധ്യമാക്കുന്നതിനും കളകളുടെ വളർച്ച നിയന്ത്രിക്കുന്നതിനും മണ്ണൊലിപ്പിലൂടെ മണ്ണിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും കൃത്യത കൃഷിരീതി ഫലപ്രദമാണ്. ജലസംരക്ഷണം ഉറപ്പാക്കുന്നതിനാൽ ജലനഷ്ടവും അതിലൂടെയുള്ള കൃഷിച്ചെലവും കുറയ്ക്കാൻ കഴിയും. കൃത്യത കൃഷിരീതിയിൽ പുതയിടുന്നതിനായി ഉപയോഗിക്കുന്നത് മുകൾ ഭാഗത്ത് വെള്ളി നിറവും അടിഭാഗത്ത് കറുപ്പ് നിറമുള്ള മൾച്ചിങ് ഷീറ്റാണ്. പച്ചക്കറികൾക്ക് 30 മൈക്രോൺ കനത്തിലുള്ള പ്ലാസ്റ്റിക് പുത ഉപയോഗിക്കാം. അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് ഇനം വിത്തുകളാണ് കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. കായ്ച്ചയ്ക്കെതിരെ ഫെറമോൺ കെണി, ചെറുകീടങ്ങൾക്കെതിരെ പശക്കെണി, നിമാവിരകൾക്കെതിരെ കെണിവിളകൾ, വ്യത്യസ്തമായ എലിക്കെണികൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് കീടനിയന്ത്രണം അനുവർത്തിക്കേണ്ടതാണ്. ഇതിനു പുറമെ 10 ദിവസത്തിലൊരിക്കൽ വേപ്പെണ്ണ എമൽഷൻ തളിച്ചു കൊടുക്കാം. ഈ സാഹചര്യങ്ങളിൽ വിദഗ്ധരുടെ ശുപാർശ പ്രകാരം മാത്രം നിർദ്ദിഷ്ട അളവിൽ കീടനാശിനികൾ പ്രയോഗിക്കാം. ട്രൈക്കോഡെർമ, വെർട്ടിസീലിയം, സ്യൂഡോമോണസ് തുടങ്ങിയ സൂക്ഷ്മാണു കീടക്കുമിൾ നാശിനികൾ വംശവർധന നടത്തി ആവശ്യാനുസരണം ഉപയോഗിക്കാം. കൃത്യത കൃഷിയിൽ ജലസേചനം കണികാരൂപത്തിൽ ഡ്രിപ്പുകളിലൂടെയാണ് നൽകുന്നത്. പച്ചക്കറി വിളകളിൽ ഇൻലൈൻ ഡ്രിപ്പുകൾ ഉപയോഗിക്കാം. ഒരു ദിവസം ശരാശരി 2 ലിറ്റർ എന്ന അളവിൽ ഒരു ചെടിക്ക് വെള്ളം ലഭിക്കുന്ന രീതിയിൽ ഡ്രിപ്പുകൾ പ്രവർത്തിച്ചാൽ മതിയാകും. ഇതേ ഡ്രിപ്പറുകളിൽ കൂടി ചെടികൾക്ക് ആവശ്യമായ വളങ്ങൾ കൂടി നൽകാം. ഈ രീതിയെ ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നു. ഇതിനായി പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ നിർദ്ദിഷ്ട അളവിൽ പല തവണകളായി വളം നൽകാം. വളങ്ങൾ ചെടികളുടെ ചുവട്ടിൽ കൃത്യമായി കൊടുക്കുന്നത് വഴി ഇവയുടെ ഉപയോഗക്ഷമത വർദ്ധിക്കുന്നു. ഇത്തരം ജോലികൾക്ക് തൊഴിലാളികളുടെ ആവശ്യം വരുന്നില്ല എന്നത് കൃഷി ചെലവ് കുറയ്ക്കാനും സാധിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തുറസായ സ്ഥലത്ത് വിജയകരമായി കൃത്യത കൃഷി ചെയ്തു വരുന്ന യുവ കർഷകനാണ് സുജിത്ത്. ചീര, വെണ്ട, വഴുതന, തക്കാളി, പയർ, മുളക്, അമര, കുമ്പളം, തണ്ണിമത്തൻ എന്നിങ്ങനെ എല്ലാത്തരം പച്ചക്കറി ഫലവർഗ്ഗങ്ങളും കൃത്യത കൃഷിയിലൂടെ ഇദ്ദേഹം തൻ്റെ കൃഷിയിടത്തിൽ
വിളയിപ്പിച്ചെടുത്തു. ദിനം പ്രതി 200 കിലോഗ്രാം പച്ചക്കറി വിപണിയിലെത്തിക്കുന്ന അദ്ദേഹത്തിനെ തേടി ബെസ്റ്റ് ഹൈടെക് ഫാമിംഗ് അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ എത്തിയിട്ടുണ്ട്. കാർഷിക സർവകലാശാല നിശ്ചയിച്ചിട്ടുള്ള അളവിൽ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നതിനു പുറമെ ഉൽപ്പന്നങ്ങളിൽ വിഷ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ അവശിഷ്ട വിഷാംശ പരിശോധനാ ലാബിൽ കൃത്യമായ ഇടവേളകളിൽ നടത്തിവരുന്നു എന്നതും ഇദ്ദേഹത്തിന്റെ കൃഷിയുടെ പ്രത്യേകതയാണ്. കൂടാതെ കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും കൃഷിയുടെ സാധ്യതകളെപ്പറ്റി ബോധവാന്മാരാക്കാനും അവരെ കൃഷിയെ ഒരു പ്രൊഫഷണൽ രീതിയിൽ സമീപിക്കാൻ പ്രാപ്തരാക്കാനും അദ്ദേഹത്തിന് കൃഷിയിടത്തിൽ പരിശീലനം നൽകുന്നുണ്ട്. കേരളത്തിൽ ഒരുവിധം എല്ലാ പച്ചക്കറി വിളകളും കൃഷി ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിലും പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത എന്നതിലേക്ക് ഇനിയും ഒത്തിരി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാലോചിതമായ മാറ്റങ്ങൾ കാർഷിക മേഖലയിലും വരേണ്ടത് അനിവാര്യമാണ്. കൃഷിയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും വിപണനത്തിന് ഓൺലൈൻ മാധ്യമങ്ങൾ സ്വീകരിക്കാനും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർ ശ്രദ്ധിക്കണം. ഹോർട്ടികോപ്പ്, കൃഷിഭവൻ, ഇക്കോ ഷോപ്പ്, ഡോർ ടു ഡോർ വിപണനം, വാട്സപ്പ് തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാം. കൂടുതൽ കർഷകരും യുവാക്കളും കൃത്യത കൃഷിയിലേക്ക് വന്നാൽ കേരളത്തിൽ പഴം പച്ചക്കറി കൃഷിയിൽ ഒരു കുതിച്ചുചാട്ടത്തിന് വഴിവെക്കും എന്നത് നിസ്സംശയമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം മണിച്ചോളം, കേരളത്തിന് അനുയോജ്യമായ തീറ്റപ്പുല്ലിനം. കേരളത്തിലെ ക്ഷീര കർഷകർ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് തീറ്റപ്പുല്ലിന്റെ ലഭ്യതാക്കുറവ്. കാലാവസ്ഥാ വ്യതിയാനവും സ്ഥല ലഭ്യതാക്കുറവും ഈ പ്രശ്നത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവ് നൽകുന്ന കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ തീറ്റപ്പുൽ കൃഷി ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മണിച്ചോളം പ്രധാനമായും 2 തരത്തിലുണ്ട്: ധാന്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന ഇനങ്ങളും തീറ്റപ്പുല്ലിനായുള്ള ഇനങ്ങളും. തീറ്റപ്പുല്ലിനായുള്ള ഇനങ്ങളിൽ പൊതുവെ ചിരസ്ഥായിയും ചിനപ്പ് പൊട്ടുന്ന സ്വഭാവമുള്ളവയുമാണ്. ഉയർന്ന വിളവ് നൽകാനുള്ള കഴിവ്, മികച്ച പോഷകമൂല്യം, ദീർഘകാലം വിളവ് തരാനുള്ള കഴിവ് എന്നീ സവിശേഷതകൾ ഈ വിളയുടെ സ്വീകാര്യതയ്ക്ക് അനുകൂല ഘടകങ്ങളാണ്. പുല്ലരിഞ്ഞെടുത്താലും വീണ്ടും വളരുമെന്നതിനാൽ ശങ്കര നേപ്പിയർ പുല്ല് പോലെ ഇടവിട്ട് വിളവെടുക്കാം. വരൾച്ചയെ അതിജീവിക്കുവാൻ കഴിവുള്ള ഈ വിള ജലലഭ്യത കുറവുള്ള പ്രദേശങ്ങൾക്ക് അനുയോജ്യമാണ്. വർഷത്തിൽ ശരാശരി 300 മുതൽ 350 മില്ലി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ സാധാരണയായി വളരുന്ന ഇവയ്ക്ക് 25 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള അന്തരീക്ഷ ഊഷ്മാവിനെ അതിജീവിക്കുവാൻ കഴിവുണ്ട്. മണ്ണൊഴികെയുള്ള മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇത് കൃഷി ചെയ്യാം. COFS 29, COFS 31 എന്നിവയാണ് കാലിത്തീറ്റയ്ക്കായുള്ള മണിച്ചോളത്തിന്റെ പ്രധാന ഇനങ്ങൾ. 2001 തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണിച്ചോളവും സുഡാൻ പുല്ലും തമ്മിൽ ശങ്കരണം നടത്തി വികസിപ്പിച്ചെടുത്ത ഇനമാണ് COFS 29. ഇതിനെ ജനിതക വ്യതിയാനം നടത്തി വികസിപ്പിച്ചെടുത്ത കൂടുതൽ മെച്ചപ്പെട്ട ഇനമാണ് COFS 31. COFS 29ന്റെ പ്രത്യേകതകൾ: മാംസത്തിന്റെ അളവ് 8.41%, നാരിന്റെ അളവ് 25.6%. അതേപോലെ COFS 31ന്റെ മാംസത്തിന്റെ അളവ് 9.86%, നാരിന്റെ അളവ് 19.8%. ഇവയുടെ വിത്തുകൾ ചെറുതായതിനാൽ കൃഷിക്കായി നല്ല പോലെ നിലമൊരുക്കണം. ഇതിനായി നിലം 2 മുതൽ 3 തവണ ഉഴുതുമറിച്ച ശേഷം വരമ്പുകളും ചാലുകളും ഉണ്ടാക്കി കൃഷി ചെയ്യുന്നതാണ് രീതി. 1 ഹെക്ടറിന് 25 ടൺ എന്ന തോതിൽ കാലിവളം അടിവളമായി ചേർക്കുന്നു. തീറ്റപ്പുല്ല് ആവശ്യത്തിനായി ഇവ 30 സെന്റിമീറ്റർ × 15 സെന്റിമീറ്റർ അകലത്തിൽ 1 ഹെക്ടറിൽ 5 കിലോഗ്രാം വിത്ത് എന്ന നിരക്കിലാണ് കൃഷി ചെയ്യുന്നത്. ആദ്യത്തെ മാസങ്ങളിൽ കളകൾ നീക്കം ചെയ്ത് പുല്ലിന് വേണ്ടത്ര വളർച്ച ഉറപ്പുവരുത്തേണ്ടതാണ്. പൊതുവെ വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇവയ്ക്ക് വളരെ കുറഞ്ഞ തോതിലെ ജലസേചനം ആവശ്യമായി വരുന്നുള്ളൂ. മഴയുടെ ലഭ്യതയനുസരിച്ച് 7 മുതൽ 10 ദിവസത്തിലൊരിക്കൽ ജലസേചനം നടത്താം. നടുന്നതിന് മുമ്പ് അടിവളമായി ചാണകത്തിനൊപ്പം 45 കിലോഗ്രാം നൈട്രജൻ, 40 കിലോഗ്രാം വീതം ഫോസ്ഫറസും പൊട്ടാഷ്യം ചേർക്കണം. ഓരോ വിളവെടുപ്പിന് ശേഷം ഹെക്ടർ 1-ന് മേൽവളമായി 45 കിലോഗ്രാം നൈട്രജൻ നൽകുന്നത് പുല്ലിന്റെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ഇളം ചെടികളിൽ
അമിത അളവിൽ സയനോജനിക് ഗ്ലൂക്കോസൈഡ് അടങ്ങിയിട്ടുള്ളതിനാൽ പൂവിടുന്നതിന് മുമ്പ് ഇവ തീറ്റപ്പുല്ലായി നൽകുന്നത് കന്നുകാലികളിൽ വിഷബാധയ്ക്ക് കാരണമാകും. അതിനാൽ വിതച്ച് 60 മുതൽ 75 ദിവസത്തിന് ശേഷം മാത്രമേ ആദ്യ വിളവെടുപ്പ് നടത്താവൂ. പിന്നീട് 45 മുതൽ 50 ദിവസം ഇടവേളകളിൽ പുല്ല് അരിഞ്ഞെടുക്കാം. വർഷത്തിൽ 1 ഹെക്ടറിൽ നിന്ന് 6 മുതൽ 7 വിളവെടുപ്പിലൂടെ ഏകദേശം 150 മുതൽ 190 ടൺ പച്ചപ്പുല്ലും 30 മുതൽ 50 ടൺ വരെ ഉണക്കപ്പുല്ലും ലഭിക്കും. സങ്കര നേപ്പിയറിന് തുല്യമായി ദീർഘകാലം മികച്ച വിളവ് നൽകാൻ കഴിയുന്നു എന്ന സവിശേഷത ഇവയെ കേരളത്തിന് അനുയോജ്യമാക്കി തീർക്കുന്നു. വിത്താണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. വിത്തുകൾക്ക് സുഷുപ്താവസ്ഥ ഉള്ളതിനാൽ കൊയ്തെടുത്ത് 60 ദിവസം കഴിഞ്ഞ് മാത്രമേ മുളയ്ക്കുകയുള്ളൂ. പച്ചപ്പുല്ല്, ഉണങ്ങിയ കാലിത്തീറ്റ, വൈക്കോൽ അല്ലെങ്കിൽ സൈലേജ് എന്നിവയായി ഈ വിളയെ ഉപയോഗിക്കാം. കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള തീറ്റപ്പുൽ വിളകൾ കൃഷിക്കായി തിരഞ്ഞെടുക്കുന്നത് ക്ഷീരമേഖലയിലെ തീറ്റപ്പുൽ ക്ഷാമം ഒരു പരിധിവരെ മറികടക്കാൻ സഹായിക്കും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. എല്ലാവർക്കും നമസ്കാരം. മാറുന്ന കാലം, മാറേണ്ട കൃഷിരീതികളും. കാലം തെറ്റിവരുന്ന കാലവർഷം, വർഷം തോറും തീക്ഷ്ണതയേറുന്ന വേനലുകൾ, പ്രളയങ്ങൾ തുടങ്ങിയ അതിസങ്കീർണമായ കാലാവസ്ഥാ പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 7 വർഷങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വച്ച് ഏറ്റവും ചൂടേറിയവയാണ്. മനുഷ്യന്റെ പ്രവർത്തികളിലൂടെ അനിയന്ത്രിതമായി പുറത്തേക്ക് തള്ളപ്പെടുന്ന ഹരിതഗ്രഹ വാതകങ്ങളാണ് ആഗോളതാപനം വഴി കാലാവസ്ഥയെ ഇത്രയധികം തകിടം മറിച്ചത്. പാരീസ് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ള നിലയേക്കാൾ 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട് പരിമിതപ്പെടുത്തുന്നതിന് ആഗോള ഹരിതഗ്രഹവാതക ബഹിർഗമനം 2030 43%, 2050 പൂർണ്ണമായും കുറയ്ക്കണം. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ സകല മേഖലകളെയും ബാധിക്കുമെങ്കിലും അത് കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും ഉയർത്തുന്ന ഭീഷണിയെ പ്രത്യേകം പരിഗണിക്കേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. കൂടിയ താപനില ബാഷ്പീകരണം വർദ്ധിപ്പിക്കുകയും ഇത് ഉപരിതല ജലം കുറയ്ക്കുകയും മണ്ണിനെ വരണ്ടതാക്കുകയും ചെയ്യുന്നു. കൃഷിയുടെ അടിത്തറയായ സമയാനുസൃതമായ ജലലഭ്യതയിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഭക്ഷണത്തിൻ്റെ പോഷക ഗുണത്തെയും കന്നുകാലികളുടെ ഉൽപാദനക്ഷമതയുമൊക്കെ ഇത് ബാധിച്ചേക്കാം. കൂടാതെ കീടങ്ങൾ, രോഗകാരികൾ, കളകൾ തുടങ്ങിയ വെല്ലുവിളികൾ വേറെയും വരാം. കാലാവസ്ഥാ വ്യതിയാനത്തിലെ വെല്ലുവിളികൾ ഏറ്റവും അധികം നേരിടുന്ന പ്രദേശമാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ. ഇന്ത്യയുടെ 1/3 ഭാഗം ഇതിനകം തന്നെ വരൾച്ചയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ ഭീഷണിയിലാണ്. കാർഷിക മേഖലയെ അത്രയധികം ആശ്രയിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 2009 വളർച്ചയും വെള്ളപ്പൊക്കവും ബാധിച്ച ഇന്ത്യയിലെ പ്രദേശങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി ലോകബാങ്ക് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ആന്ധ്രാപ്രദേശിൽ വരൾച്ച കാരണം കർഷകരുടെ വരുമാനം 20% ഇടിഞ്ഞേക്കാം. മഹാരാഷ്ട്രയിൽ കരിമ്പിൻ്റെ വിളവ് 25 മുതൽ 30% വരെ കുറഞ്ഞേക്കാം. ഒറീസയിൽ വെള്ളപ്പൊക്കം ഉയരുകയും ഇത് ചില ജില്ലകളിൽ നെല്ലിൻ്റെ വിളവ് 12% വരെ കുറയ്ക്കാൻ ഇടയാക്കുകയും ചെയ്യും എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. 2021 ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ടും ഇതേ മുന്നറിയിപ്പാണ് നൽകിയത്. 2018 2019 പ്രളയങ്ങളും നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളും വ്യത്യസ്തമല്ല. ഈ ഗതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് പ്രവചിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ഒരു പക്ഷേ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ നമ്മുടെ പരമ്പരാഗത രീതി മതിയാവാതെ വരും. മാറുന്ന സാഹചര്യങ്ങളിൽ കൃഷിയെയും ഉൽപ്പാദത്തെയും നിലനിർത്താനുള്ള നൂതന രീതികളും മാർഗങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. ഭക്ഷ്യസുരക്ഷയും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പരസ്പര ബന്ധിതമായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാനായി പ്രകൃതി വിളകൾ,
കന്നുകാലികൾ, വനങ്ങൾ, മത്സ്യബന്ധനം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സംയോജിത സമീപനമാണ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. കാർഷിക മേഖലയിൽ ഉടലെടുക്കുന്ന കാലാവസ്ഥാ വെല്ലുവിളികളെ സുസ്ഥിരമായ രീതിയിൽ ഉപയോഗിച്ച് നേരിടുന്നതാണ് ഇവയുടെ രീതി. ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചറിന്റെ 3 പ്രധാന ലക്ഷ്യങ്ങളാണ് കാർഷിക ഉൽപാദനക്ഷമതയും വരുമാനവും സുസ്ഥിരമായി വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടാനും പ്രതിരോധം സൃഷ്ടിക്കാനുമുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, സാധ്യമാകുന്നിടത്ത് ഹരിതഗ്രഹവാതക ബഹിർഗമനം കുറയ്ക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക, വിള ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കാലാവസ്ഥാ സമ്മർദ്ദങ്ങളെ ചെറുക്കാനും അവരെ സഹായിക്കുന്നു. ഇതുവഴി ഭക്ഷ്യസുരക്ഷ മെച്ചപ്പെടുകയും വനനശീകരണം കുറയുകയും ചെയ്യുന്നു. അടിസ്ഥാനമായി കാർഷിക മേഖലയിലെ വരൾച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി 2018 ലോക ബാങ്കിന്റെ പിന്തുണയോടെ മഹാരാഷ്ട്ര സർക്കാർ ഒരു പദ്ധതിയെ ആവിഷ്കരിക്കുകയുണ്ടായി. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനോടൊപ്പം തന്നെ ഈ പദ്ധതി ഭക്ഷ്യസുരക്ഷ, സ്ത്രീ ശാക്തീകരണം, സ്വയം തൊഴിൽ സൃഷ്ടിക്കൽ, വിളവൈവിധ്യം എന്നിവയും ഉറപ്പുവരുത്തുന്നു. പെർമാകൾച്ചർ വൈവിധ്യവും സ്ഥിരതയും പ്രതിരോധശേഷിയുമുള്ള കാർഷിക ആവാസ വ്യവസ്ഥകളെ ബോധപൂർവം രൂപകൽപ്പന ചെയ്ത് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളെ പോലെ ഉൽപാദനക്ഷമമാക്കി നിലനിർത്തുന്ന കൃഷിരീതിയെയാണ് പെർമാകൾച്ചർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു തോട്ടത്തിൽ നിന്നും ഭക്ഷണവും കാലിത്തീറ്റയും മുതൽ തടിയും വളവും വരെ വൈവിധ്യമാർന്ന ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്ന ആശയമാണ് പെർമാകൾച്ചറിന്റെ കാതൽ. 1970കളിൽ ഓസ്ട്രേലിയൻ ജീവശാസ്ത്രജ്ഞനായ ബിൽ മോളിസൺ ആണ് ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. 1987 അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനത്തിനു ശേഷം ഇതിന് ഇന്ത്യയിൽ നല്ല സ്വീകാര്യത ലഭിക്കുകയാണ് ഉണ്ടായത്. ലോകമെമ്പാടുമായി ഏകദേശം 3 ദശലക്ഷത്തിലധികം ആളുകൾ ഇന്ന് പെർമാകൾച്ചർ പരിശീലിക്കുന്നു. ആവർത്തിച്ചുള്ള വരൾച്ചയും വെള്ളപ്പൊക്കവും ഉൾപ്പെടെയുള്ള കഠിനമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ, കൃത്രിമ വളങ്ങളുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന മണ്ണിന്റെ ശോഷണം, വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ എന്നിവയെ അഭിമുഖീകരിക്കുമ്പോൾ കൃഷി സുസ്ഥിരമാക്കാനുള്ള മികച്ച നൂതന കാർഷിക രീതികളിലൊന്നായി പെർമാകൾച്ചർ മാറുകയാണ്. സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് കൃഷി ചെയ്യാനായി രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും വേണ്ടി വൻതോതിൽ പണം ചെലവഴിക്കുകയും പിന്നീട് വിളകൾ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ കർഷകർ കടക്കെണിയിലാണ് വീഴുന്നത്. എന്നാൽ ഇത്തരം കെണികളിൽ വീഴാതിരിക്കാനുള്ള ഒരു നൂതന ആശയമായി സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിങ്ങിനെ കണക്കാക്കാം. 1990കളുടെ മധ്യത്തിൽ കർഷകനും പത്മശ്രീ അവാർഡ് ജേതാവുമായ സുഭാഷ് പാലേക്കറാണ് രാസവളങ്ങളോ കീടനാശിനികളോ മറ്റു ബാഹ്യവസ്തുക്കളോ ഉപയോഗിക്കാതെ വിളകൾ വളർത്തുന്ന ഈ കൃഷിരീതി ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. രാസവളങ്ങളും കീടനാശിനികളും തീവ്രമായ ജലസേചനവും വഴിയുള്ള ഹരിത വിപ്ലവത്തിന്റെ രീതികൾക്ക് ബദലായാണ് അദ്ദേഹം സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിങ്ങിനെ ഉയർത്തിക്കാട്ടിയത്. കൂടാതെ പരമ്പരാഗത കൃഷി വികാസ് യോജന എന്ന പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാരും സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് ഉൾപ്പെടെ എല്ലാത്തരം രാസരഹിത കൃഷി സമ്പ്രദായങ്ങളെയും പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട്. ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ, പെർമാകൾച്ചർ, സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്നീ നൂതന കൃഷിരീതികൾ കേരളത്തിലെ മണ്ണിനും മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള കേരള സർക്കാരിൻ്റെ കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഗ്രോ ഫോറസ്ട്രി, ഊർജം, കാലാവസ്ഥാ കാര്യക്ഷമത എന്നിവ ഉൾപ്പെടുത്തി വയനാട്ടിൽ ഒരു ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോഗ്രാം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ ഇടുക്കി, പാലക്കാട്, തൃശൂർ, എറണാകുളം എന്നീ ജില്ലകളിലും ചുരുക്കം ചില കർഷകൻ സുഭാഷ് പാലേക്കർ മുന്നോട്ട് വച്ച സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് കൃഷിരീതി പരിശീലിച്ചു വരുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് വളരെ പെട്ടെന്ന് തടയാൻ കഴിയണമെന്നില്ല. പകരം നമ്മുടെ കൃഷിരീതികളെ മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറ്റിയെടുക്കുന്നതിന് മാത്രമേ കഴിയുകയുള്ളൂ. അതിനായി ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ പോലെയുള്ള രീതികളിലേക്ക് പതിയെ മാറേണ്ടതാണ്. ഇത്തരം രീതികൾ പല സ്ഥാപനങ്ങളും
പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും കർഷക സമൂഹം ഇപ്പോഴും നേരിയ വിമുഖത പ്രകടിപ്പിക്കാറുണ്ട്. നൂതന കൃഷിരീതികളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവിന്റെ അഭാവം, കുറഞ്ഞ സാമ്പത്തിക ശേഷി, കാർഷികോൽപാദനത്തെയും വിപണനത്തെയും കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ നീക്കി ഇത്തരം മുന്നേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികളിൽ നിന്നും രക്ഷ നേടാൻ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് കഴിയുകയുള്ളൂ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്: ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLM-ന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ, SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ അനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLM-ന് കീഴിൽ SHGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLM-ന് കീഴിൽ SHGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SHGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SHGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SHGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ, നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SHGകൾ വാടകയ്ക്ക് നൽകുകയും SHGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SHGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIF-ൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ ഈസി ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കർഷകർക്ക് ഡ്രോൺ സേവനം നൽകാവുന്നതാണ്.
പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-0-13 ഫാക്ടം ഫോഴ്സ്. ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടം ഫോഴ്സ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-0-13 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടം ഫോഴ്സ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20-5-0-0-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20-5-0-0-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-0-0-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം
വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. FECT കാർഷിക സ്പോൺസർഡ് പരിപാടി.